ഈ മണ്ണാർക്കാട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? നിങ്ങളെ ഒന്നും നടന്നിട്ടില്ല. മണ്ണാർക്കാട് ടൗണിൽ നിന്ന് മൂത്രമൊഴിക്കാൻ പൊട്ടിയിട്ട് ആശുപത്രി പടി വരെ പോയ ഒന്ന് മൂത്രമൊഴിക്കാനുള്ള സ്ഥലമുണ്ടോ? മുനിസിപ്പാലിറ്റിക്കാർ അന്താരാഷ്ട്ര കേമ വർത്താനം പറയുക, മൂത്രമൊഴിക്കാനൊരു സ്ഥലമുണ്ടോ? നിങ്ങളൊന്ന് പോയി നോക്കിയേ. ഞങ്ങളെ പാർട്ടി ഓഫീസിലെ പലപ്പോഴും വന്ന ആളുകൾ കാര്യം നടത്തി പോകുന്നത്. ഒരു പ്രാഥമിക സൗകര്യം ഉണ്ടാക്കണ്ടേ? അടിസ്ഥാന സൗകര്യം ഗവൺമെന്റ് പണ്ടത്ര കൊടുക്കുന്നത്. വഴിയിടം പറഞ്ഞിട്ട് ഓരോ പഞ്ചായത്തിനും ലക്ഷക്കണക്കിന് രൂപയാണ് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ ഭരിക്കണത്. ഇതെല്ലാം പറയുമ്പോൾ CPIയുടെ ഉള്ളിൽ പ്രാദേശികവാദം ഉയർന്നു വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എന്ത് പ്രാദേശികവാദം? നിങ്ങൾ എന്ത് കാര്യത്തിന് പറഞ്ഞു? ഞങ്ങൾ ഇവിടെ പറയുന്നത് എന്താ? ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇവിടെ ഒരു പ്രാദേശികവാദമല്ല. ഞങ്ങളുടെ മുന്നണിയിൽ ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും ഞങ്ങൾ അതിന്റെ കൂടെയാണ്. ഞങ്ങൾക്ക് ഇതിനൊരു തർക്കമില്ല. ഞങ്ങൾ ലീഗല്ല. ലീഗിനെ പോലെ തമ്മിത്തല്ലൊന്നും ഞങ്ങളിലില്ല. ഞങ്ങൾ ആരെ നിർത്തിയാലും ഞങ്ങൾ അതിന് ജയിപ്പിക്കാനുള്ള പണിയെടുക്കും. ആര് നിർത്തിയാലും ഇത്തവണ ജയിക്കും. അത് പിടിക്കില്ലേ പ്രാവശ്യം? എന്താ തർക്കം? 1008 ജില്ലകളല്ലേ ആകെ? അതൊക്കെ ആണ് പിടിക്കില്ലേ? ഇപ്പം 10,000 ജില്ല ഭൂരിപക്ഷമുണ്ട്. അതിനുള്ളൂ. അതൊക്കെ ഈസിയാണ് മറിക്കാവുന്നുള്ളൂ. ജനം മാറിയല്ലേ? 15 കൊല്ലം കൊണ്ട് മനുഷ്യൻ മടുത്തുന്ന്. ആകെ ഒരു വെളിച്ച വിപ്ലവ പറയണത്. വെളിച്ച വിപ്ലവം. അതിന്റെ പേരെന്താ? പൗർണമി. ആ പൗർണമിയുടെ ഓപ്പോസിറ്റ് എന്തറിയോ? അമാവാസിയാണ്. എല്ലാ പൗർണമിക്ക് പിന്നിലും ഞെട്ടിപ്പിക്കുന്ന അമാവാസിയുടെ കഥകളുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഏതെങ്കിലും ലൈറ്റ് ടെൻഡർ വിളിച്ച് സ്ഥാപിച്ചാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുക. ഒരു ലൈറ്റ് ടെൻഡർ വിളിച്ച് സ്ഥാപിച്ചിട്ടുണ്ടോ? കൊള്ളയാണ് ഇതിന്റെയൊക്കെ മറവിൽ നടക്കുന്നത്. കമ്മീഷൻ കൊള്ള നടന്നില്ല. 100% എന്താ തർക്കം? നിങ്ങൾ അന്വേഷിച്ചോ? അല്ല, വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും മാത്രമാണ്. ആദ്യം ലൈറ്റ് സ്ഥാപിക്കണതിന്റെ കഥ എന്തറിയോ? ലൈറ്റ് വെച്ച് ഇവര് അതിന്റെ വഴിക്ക് പോകും. കേടുവന്ന പഞ്ചായത്ത് നേരെയാക്കണം. വൈദ്യുതി ബില്ല് പഞ്ചായത്ത് കൊടുക്കണം. സ്വന്തം വരുമാനം ഇല്ലാത്ത പഞ്ചായത്താണെങ്കിൽ കുടുക്കി പോകും. ഇവരിതിന്റെ പേരിൽ കമ്മീഷൻ അടിച്ചു പോകുന്നല്ലാതെ എന്ത് പണി ഇവിടെ നടത്തുന്നത്? എന്തെല്ലാം പ്രാദേശിക പ്രശ്നങ്ങളുണ്ട് ഈ മണ്ണാർക്കാട് മണ്ഡലത്തിൽ. വികസന പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ പുറംതിരിഞ്ഞ് ചരിത്രമല്ലേ 15 കൊല്ലം. മണ്ണാർക്കാട് മുഴുവനായിട്ട് കാണുന്ന വികസന മുന്നേറ്റ ജാഥ എന്നുള്ള ഫ്ലെക്സുകളാണ് കാണുന്നത്. അത് വികസന മുന്നേറ്റം കേരളത്തിന്റെ പ്രചരണ ജാഥയുടെ മണ്ണാർക്കാട് മണ്ഡലി പ്രചരണ ജാഥ വായിക്കുക. നോക്ക്, അത് കേരളത്തിന്റെ കാര്യമാണെന്ന്. കേരളത്തിന്റെ വികസന മുന്നേറ്റം തന്നെ ഞങ്ങൾ പറയുന്നത്. എന്തായാലും തർക്കം. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ MLA മാർക്കും ഫണ്ടുകൾ നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. അത് ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഞാൻ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞുകൂടെ, കഴിഞ്ഞ 15 വർഷമായിട്ട് ആകെ പറഞ്ഞ ഇവര് എന്താ കുന്തിപ്പുഴ പാല, അതൊരു അരപ്പാലാണ്. അതിന് എത്ര കോടി ആദ്യം വകയെത്തി പിന്നീട് എന്ത് സംഭവിച്ചു നമുക്കറിയാം. നമ്മുടെ ബൈപ്പാസ് 5 കോടിയാണ് അതിന്റെ മെയിന്റനൻസ് മാത്രം കഴിഞ്ഞ സമയത്ത് കൊടുത്തത്. ഇല്ല, ചിലവാക്കിയത് മാത്രമല്ല അതിന് ഡ്രെയിനേജ് പോലും ഇപ്പോഴും അവിടെ പല വീട്ടുകാരും കടക്കാരും ബൈപ്പാസിലുള്ള ആളുകൾ മഴക്കാലമായി നേരെ അവരുടെ വീട്ടിലേക്ക് വെള്ളം കയറുകയാണ്. എന്നിട്ട് അവിടെ ഒരു ബാറിന്റെ ഹോട്ടലിന്റെ മുമ്പിൽ ഇവരെ എല്ലാ സൗകര്യം ചെയ്തു. 15 കൊല്ലമായിട്ട് മണ്ണാർക്കാട് ഇങ്ങനെ വികസന മേനി പറഞ്ഞ് നടക്കണ MLAക്ക് ഒരു ബൈപ്പാസ് റോഡ് മര്യാദക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഉള്ള റോഡ് നവീകരിക്കാൻ കഴിഞ്ഞോ? ഇല്ല. അതിന്റെ മറവില് 50 എത്രയോ കോടികൾ 5 കോടി രൂപ വകയിരുത്തി പറഞ്ഞിട്ട് 50 ലക്ഷം രൂപയുടെ പണി നടന്നിട്ടുണ്ട്. നിങ്ങൾ ആ റോഡിലൊക്കെ പോയി നോക്ക്. നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു, നമ്മളെ ഇവിടെ കൽക്കണ്ടിയിലെ ആൽത്തറയിൽ പോയി നോക്ക്. ഇതിന്റെ മറവിൽ നടന്ന കൊള്ള എത്ര? എല്ലാ വികസനത്തിന്റെ മറവിലും കൊള്ളകൾ, കോടികളുടെ കൊള്ളകൾ കിടക്ക്. എന്താ വികസനം? കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ഗോവിന്ദമാഷ യാത്രയിൽ കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ. അതിന് മറുപടി 15-ാം തീയതി 3 മണിക്ക് ജാഥ വെക്കുമ്പോൾ നമ്മളെ പ്രതീക്ഷ എത്രത്തോളം ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. അത് മിനിമം 10,000 ആളുണ്ടാവും മണ്ണാർക്കാട്. നിങ്ങൾ വരി, ഞങ്ങളിപ്പോ നിങ്ങൾ കാണാൻ വരി. അന്യ സംസ്ഥാന തൊഴിലാളികളാണോ മണ്ണാർക്കാട്ടുകാരാണോ ജാഥയിൽ പങ്കെടുക്കുന്നത്? നിങ്ങൾ കണ്ടോളൂ. ഒരു കാര്യം ചെയ്യാം. പിന്നെ VD സതീശന്റെ ജാഥയിൽ നടക്കുന്നുണ്ട്. ഏത് ജാഥയിലെ പങ്കാളിത്തം സ്വീകരണത്തിന് ആള് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ആ മാധ്യമങ്ങൾ പറയട്ടെ. അന്യ സംസ്ഥാന തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ബംഗാളിൽ നിന്ന് വന്നവരാ പല ആളുകളും. അവർക്ക് ചെങ്കടിയോട് ബന്ധമുണ്ട്. അവർ ചെങ്കടി കണ്ടപ്പോൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാവും. അതൊക്കെ എത്ര വലിയ പ്രശ്നമാണ്. ആളുകൾ നെഗറ്റീവ് വർത്താനം പറയാന്ന്. ഇപ്പൊ VD സതീശൻ പറയും ജനാവില് എന്താണ് പൂച്ച പ്രസവിച്ച് കിടക്കുക പറഞ്ഞു. മൂപ്പരും 24 സ്റ്റാഫും കൂടെ ശരാശരി 6-7 ലക്ഷം റുപ്യ പ്രതിമാസം അതിന് കൈപ്പറ്റുന്ന ആളാ. എന്നിട്ടാ കേമത്തം പറഞ്ഞുകൊണ്ട് കിടക്കണം.